എന്നത് കേവലം ഒരു വ്യക്തിഗത തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല. ലോകമെമ്പാടുമുള്ള സമ്പന്ന രാജ്യങ്ങളെ പോലും അത് അതിശക്തമായി പിടിമുറുക്കിയിരിക്കുന്നു. ഒരു കാലത്ത് സാമ്പത്തിക ഭദ്രതയുടെ മാതൃകകളായി കണക്കാക്കപ്പെട്ടിരുന്ന പല വികസിത രാജ്യങ്ങളും നിലവിൽ തങ്ങളുടെ റെക്കോർഡ് കടബാധ്യതകൾ മറികടക്കാൻ പാടുപെടുകയാണ്. ഫ്രാൻസിലെ തുടർച്ചയായ രാഷ്ട്രീയ പ്രതിസന്ധികൾ, ജപ്പാനിലെ റെക്കോർഡ് കടം, GDP അനുപാതം, അമേരിക്കയിലെ അടച്ചുപൂട്ടൽ ഭീഷണി, ബ്രിട്ടനിലെ കടുപ്പമേറിയ ബജറ്റ് തിരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. COVID-19 മഹാമാരി കാലത്ത് പ്രഖ്യാപിച്ച വലിയ സാമ്പത്തിക സഹായ പാക്കേജുകളാണ് ഈ കടം ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം. എന്നാൽ പണപ്പെരുപ്പത്തെ നേരിടാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോടെ സർക്കാരുകൾക്ക് മുന്നിൽ തന്ത്രങ്ങൾ മെനയാനുള്ള വഴികൾ അടയുകയും ലോകം ഒരു പുതിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. കടബാധ്യതയുടെ ഈ ആഗോള പ്രതിസന്ധിക്ക് പ്രധാന കാരണം COVID-19 മഹാമാരിയുടെ സമയത്ത് സർക്കാരുകൾ ചെലവഴിച്ച അനിയന്ത്രിതമായ തുകയാണ്. ജനങ്ങളെയും ബിസിനസ്സുകളെയും സംരക്ഷിക്കുന്നതിനായി വൻ സാമ്പത്തിക പാക്കേജുകളാണ് ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം 2024 സർക്കാരുകളും കമ്പനികളും ആഗോളതലത്തിൽ വിപണികളിൽ നിന്ന് $25 ട്രില്യൺ കടം വാങ്ങി. ഇത് 2007 തുകയുടെ ഏകദേശം 3 ഇരട്ടിയാണ്. പലിശ നിരക്കുകൾ കുറവായിരുന്ന കാലത്ത് ഈ കടം നിലനിർത്താനും കൈകാര്യം ചെയ്യാനും സർക്കാർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ മഹാമാരിക്ക് ശേഷം പണപ്പെരുപ്പം ഉയർന്നതോടെ ഇത് നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. ഇതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഉയർന്ന പലിശ നിരക്കുകൾ സർക്കാരുകൾക്ക് വലിയ തോതിലുള്ള കടം തിരിച്ചടയ്ക്കാൻ പ്രയാസമുണ്ടാക്കി. മാത്രമല്ല, പകർച്ചവ്യാധി കാരണം ബുദ്ധിമുട്ടിയ ജനങ്ങൾക്കിടയിൽ ചെലവ് ചുരുക്കൽ പോലുള്ള നടപടികൾക്ക് രാഷ്ട്രീയപരമായ എതിർപ്പും ഏറുകയാണ്. യൂറോപ്പിലെ പ്രമുഖ സാമ്പത്തിക ശക്തിയായ ഫ്രാൻസ് നിലവിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ പിടിയിലാണ്. ജനപ്രീതിയില്ലാത്ത ചെലവ് ചുരുക്കൽ ബജറ്റ് പാസാക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ രാജി ഒരു തുടർക്കഥയായി മാറിയത് ഇതിന്റെ തെളിവാണ്. ഒരു വർഷത്തിനിടെ 5ാമത്തെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിൽ രാജിവെച്ചത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സർക്കാരിന് പാർലമെന്റിൽ മതിയായ പിന്തുണ നേടാൻ കഴിയാത്തതാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രധാന പ്രശ്നം. ഫ്രാൻസിന്റെ ആകെ കടം $6.5 ട്രില്യൺ ആണ്. ഇത് കടം GDP അനുപാതത്തിന്റെ 113.11%. രാജ്യത്തിന്റെ ബജറ്റ് കമ്മി ഏകദേശം 5.8%. ഇത് യൂറോപ്യൻ ഏജൻസികൾ ലക്ഷ്യമിടുന്ന 3%-ത്തേക്കാൾ വളരെ കൂടുതലാണ്. അതേസമയം പൊതുചെലവ് വെട്ടിച്ചുരുക്കുന്നതിനെതിരെ യൂണിയനുകൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. കുറഞ്ഞ വിരമിക്കൽ പ്രായം 62-ൽ നിന്ന് 64 ഉയർത്തിയതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. അതീവ സമ്പന്നർക്ക് സൂക്ഷ്മ നികുതി ചുമത്താൻ തീവ്ര ഇടതുപക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പാർലമെന്റിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത കാരണം നിർണായക സാമ്പത്തിക പരിഷ്കാരങ്ങൾ പാസാക്കാൻ കഴിയാതെ വരുന്നു. വികസിത രാജ്യങ്ങളിൽ ഏറ്റവും വലിയ കടബാധ്യതയുള്ളത് ജപ്പാനാണ്. ജനസംഖ്യാ വളർച്ച കുറയുന്നതും വാർദ്ധക്യം ഏറുന്നതും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുന്നു. ജപ്പാന്റെ മൊത്തം കടം $11.1 ട്രില്യൺ ആണ്. ഇത് GDP-യുടെ 250%. മുൻ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബ ഇതിനെ ഗ്രീസിനേക്കാൾ മോശമെന്ന് വിശേഷിപ്പിച്ചത് പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷം ക്ഷേമ പരിപാടികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ജപ്പാൻ $831 ബില്യൺ ചെലവഴിക്കാൻ പദ്ധതിയിടുന്നു. ഇത് കടം വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പലിശ നിരക്ക് കുറച്ചു നിർത്തിയാൽ യെന്നിന്റെ മൂല്യം ഇടിയുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചാൽ രാജ്യത്തിന്റെ ഭീമമായ കടത്തിൽ സുസ്ഥിരത കൂടുതൽ ഭീഷണിയാകും. ഈ Catch-22 അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ജപ്പാൻ ചെലവ് കുറയ്ക്കുകയോ നികുതി ഉയർത്തുകയോ ചെയ്യണമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കൻ ഐക്യനാടുകളും കടക്കണിയിൽ നിന്നും മുക്തമല്ല. അമേരിക്കയുടെ കടം നിലവിൽ $58.8 ട്രില്യൺ ആണ്. സർക്കാരും ഡെമോക്രാറ്റും തമ്മിൽ അടിച്ചുപൂട്ടലിനെ ചൊല്ലി കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അമേരിക്കയുടെ കടം GDP അനുപാതം നിലവിൽ 121%. പ്രസിഡന്റ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പോലുള്ള പദ്ധതികൾ അടുത്ത ദശകത്തിൽ രാജ്യത്തിന്റെ കമ്മി $3 ട്രില്യൺ വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. മാത്രമല്ല 2050ഓടെ കടം GDP അനുപാതം 200%-ലധികം വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ ട്രഷറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിരുന്നാലും അമേരിക്കൻ ബോണ്ടുകൾ ഇപ്പോഴും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയായി കണക്കാക്കപ്പെടുന്നു. നിക്ഷേപകർ അവയെ സുസ്ഥിരമായ ആസ്തിയായി കാണുന്നത് അമേരിക്കയ്ക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നു. എന്നാൽ വർദ്ധിച്ചു വരുന്ന കമ്മി രാജ്യത്തിന്റെ ദീർഘകാല സ്ഥിരതയ്ക്ക് ഭീഷണിയാണ്.
ലേബർ സർക്കാർ നയിക്കുന്ന ബ്രിട്ടൻ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. രാജ്യത്തെ പൊതുമേഖലാ കടം വർദ്ധിക്കുകയും തൊഴിൽ വിപണി ദുർബലമാകുകയും ചെയ്യുന്നു. ബ്രിട്ടന്റെ ആകെ കടം 6.3 ട്രില്യൺ ഡോളറാണ്. പൊതുമേഖലാ കടം ഒരു ഘട്ടത്തിൽ GDP-യുടെ 96.4%. നവംബർ 26-ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്ന UK ചാൻസലർ റേച്ചൽ റീവ്സ് സാമ്പത്തിക ഉത്തരവാദിത്തം പ്രകടിപ്പിക്കേണ്ടതിന്റെയും കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. മന്ത്രിസഭയിൽ നികുതി സംബന്ധിച്ച് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അതിസമ്പന്നർക്ക് മേൽ സ്വത്ത് നികുതി ചുമത്തുന്നതിനെ ചിലർ പിന്തുണയ്ക്കുമ്പോൾ ഇത് കോടീശ്വരന്മാരെ രാജ്യത്ത് നിന്ന് അകറ്റുമെന്ന് മറ്റു ചിലർ ഭയന്നു. ഈ രാഷ്ട്രീയ സമവായം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബ്രിട്ടന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നിർണായകമാകും. പലിശ നിരക്കുകൾ വർദ്ധിക്കുകയും ചെലവ് ചുരുക്കൽ നടപടികൾക്ക് രാഷ്ട്രീയ എതിർപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്ന നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയ ഭീഷണിയാകും. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ജപ്പാനിലെ സ്ഥിതി വളരെ മോശമാണെന്നും ബ്രിട്ടനും ഫ്രാൻസും പ്രതിസന്ധിയുടെ തുടക്കത്തിലാണെന്നുമാണ്. വികസിത രാജ്യങ്ങളിലെ ഈ കടക്കെണി ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും വളർന്നു വരുന്ന രാജ്യങ്ങളെയും ഇവ ബാധിക്കുകയും ചെയ്യുമെന്നാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ലോകശക്തികൾ ചെലവ് നിയന്ത്രിക്കൽ, നികുതി പരിഷ്കരണം, സാമ്പത്തിക ഉത്തരവാദിത്തം എന്നിവയിൽ ഒരുമിച്ചുള്ള നിലപാടുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ്.